ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള 3 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഞാനത് ഐഫോണിലാണ് ചെയ്യണത്. ആൻഡ്രോയിഡിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്തിരിക്കണോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക, എന്നാലേ ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സെറ്റിങ്സ്, അടിയുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മളെ മുകളിൽ അവിടെ നമ്മളെ ലോഗോ കാണാൻ കഴിയും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പിന്നെ എഡിറ്റ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴത്ത് ജനറേറ്റ് AI ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ്. അതിൽ പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യും, എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള സെർച്ച് ചെയ്തിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചർ അതാക്കാൻ കഴിയും. ഞാനിപ്പോൾ അവിടെ വെറുതെ ഒന്ന് റോബോട്ട് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കുറേ റോബോട്ട്സുകളെ ഫോട്ടോസ് വരും. ആദ്യം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അതൊരു ലോഡ് ആവാനുള്ളൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ തന്നെ വരും. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇനി നമുക്കിത് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ഫോട്ടോസ് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്നുള്ളത് നോക്കാം. നമ്മളെ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം നമ്മളെ വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അടിയിൽ ആഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടുത്തെ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഇൻസ്റ്റൻ്റെ യൂസർ നെയിം അവിടെ നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ സേവ് വെക്കുമ്പോൾ നമ്മളെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമായിട്ട് ലിങ്ക് ആവും. ഇതിൻ്റെ യൂസ് വേറുള്ളവർക്ക് നമ്മളെ പ്രൊഫൈൽ നോക്കുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുന്ന ഒരു ഓപ്ഷനാണ്. ഞങ്ങൾക്കത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വേറെ ഫോണിൽ എൻ്റെ അക്കൗണ്ട് തുറന്നതാണ്. അപ്പോൾ അവിടെ മുകളിൽ നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും instagram.com എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഓപ്പൺ ആക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് തന്നെ പോയി. അതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമ്മളെ മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ മ്യൂസിക് ഇടും, അതുപോലെ തന്നെ വാട്സപ്പിൽ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ അപ്ഡേറ്റിൽ പോയിട്ട് നമ്മളെ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്താൽ മുകളിൽ മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് അവിടുന്ന് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മളെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വാട്സപ്പിൽ ഇനി വരാൻ നിൽക്കുന്ന അപ്ഡേറ്റുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് 3 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. നമുക്ക് വരാനിരിക്കുന്ന 3 അപ്ഡേറ്റുകൾ അതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൻ്റെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ പുതിയ ചാറ്റ് പ്രൈവസി ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഡാറ്റ ഉപയോഗത്തിൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നൊരു ഫീച്ചറും കൂടി വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളുടെ റെസൊല്യൂഷനെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ഫീച്ചറാണ്. ഇതിപ്പോൾ ഒരുപാട് MB ഉള്ള വീഡിയോ ഇതൊക്കെ ആണെങ്കിൽ നമുക്കത് കംപ്രസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു അപ്ഡേറ്റാണ് പുതിയതായിട്ട് വരുന്നത്. പിന്നെ ഡാറ്റ ഉപയോഗം കുറക്കാനും സ്റ്റോറേജ് സ്പേസ് നിറയുന്നത് ഒഴിവാക്കാനൊക്കെ ഈ ഒരു ഫീച്ചറിനെ കൊണ്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇപ്പോൾ വാട്സപ്പിൽ ഇനി വരാനിരിക്കുന്ന ഫീച്ചർ. ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ആണെന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ വേഗം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.